ఆలూరు అమ్మాయి కోడూరు కోరోనికి పెత్తనము చేసేది పెనుగొండ బావా. పెత్తనము సరిగింది పెనుగొండ కాడ మాట్లాడకుండా మదనపల్లి జాతకాలు చూసింది జమ్మల మడుగు ప్రసకృతి వాయిల్పాడ కాడ దారి చూపించేది ధర్మవరం. ഇത് തൃശൂരിലെ ആളൂർ വക്കീലിന്റെ അമ്മായിയപ്പം ചുട്ടകഥയല്ല. ആളൂരു അമ്മായി എന്നാൽ ആന്ധ്രയിലെ ആളൂർ ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. കോഡൂരു കോറാണി എനിക്ക് ഇഷ്ടമല്ലാത്ത വഴിക്ക് ഞാൻ പോകില്ല തുറന്നടിച്ചു പെൺകുട്ടി. ഒരു സ്ത്രീയുടെ ഇല്ല എന്ന് പറയാനുള്ള അവകാശം. ഗ്രാമമുഖ്യന്മാർ വിരച്ചു പെൺകുട്ടി കൊടൂരു ഗ്രാമത്തെ നിരസിച്ചു. പെട്രമേസി അഭിമാനത്യാഗം. സാമൂഹിക സമ്മർദ്ദത്തെ നിരസിക്കൽ. കോഡൂരിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് പെനുകൊണ്ടയെ അവൾ തെരഞ്ഞെടുത്തു. സ്വയം തീരുമാനിക്കാനുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യം. പെനുകൊണ്ടയാണ് ഇഷ്ടപ്പെട്ട ഇണയായി തിരഞ്ഞെടുക്കുന്നത്. ഇത് വെറും ജാതി കളിയല്ല, ഇത് എന്റെ വിധി ഞാൻ തന്നെ എഴുതിയ ദിനം. പെൺകുട്ടി മൊദനപ്പള്ളി ജാതകം തട്ടിത്തെറിപ്പിച്ചു. അന്ധവിശ്വാസത്തെയല്ല, യുക്തിയെ തിരഞ്ഞെടുത്തതാണ്. വാക്കുകൾക്കും വാഗ്ദാനങ്ങൾക്കും അടിമപ്പെടാതെ സ്വയം ചിന്തിച്ച് തീരുമാനിച്ചു. ഇതിലെ കഥാപാത്രങ്ങൾ സ്ഥലനാമങ്ങളാണ്. അതേ ഗ്രാമങ്ങളാണ് കഥയും കവിതയും ആയി മാറുന്നത്. ആളൂരിലെ അമ്മായി, അവൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ഓരോ അമ്മായിയുടെയും പ്രതീകമാണ്. ആളൂർ ആന്ധ്രയിലെ ഒരു ഗ്രാമം. പ്രതീകാത്മകത എന്തെന്നാൽ എല്ലാ ഗ്രാമീണ സ്ത്രീകളുടെയും പ്രതിനിധി. കോഡൂരിനെ നിരസിച്ചു. കോഡൂര് മറ്റൊരു ഗ്രാമം. പ്രതീകാത്മകത എന്തെന്നാൽ പരമ്പരാഗതമായി സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന സമൂഹം, പുരുഷാധിപത്യം. പെനുകൊണ്ടയിലെ മാമൻ. പെനുകൊണ്ട ആന്ധ്രയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്ര നഗരം. എന്തെന്നാൽ സ്ത്രീ സ്വയം തിരഞ്ഞെടുക്കുന്ന പുതിയ വഴി, സ്വാതന്ത്ര്യം. പെത്രമേസി അഹങ്കാരം ത്യജിച്ച് എന്നത് സമൂഹം ചുമത്തുന്ന ഗർവിന്റെ കുപ്പായം ചുരുട്ടി എറിയുന്നതാണ്. മോദനപ്പള്ളി ജ്യോതിഷത്തിന് പേരുകേട്ട ഒരു സ്ഥലം. എന്തെന്നാൽ യുക്തിപരമായ തീരുമാനങ്ങൾ. ജാതകം യുക്തിയുടെ പരമ്പരാഗത രൂപം. ആളൂരു അമ്മായി ഒരു പഴയ നാടൻ പാട്ടല്ല. ഗ്രാമീണ സ്ത്രീകൾക്കും തങ്ങളുടെ ഇഷ്ടം പറയാനുള്ള അവകാശമുണ്ട് എന്നതിന്റെ ലളിതമായ പ്രഖ്യാപനം. പുരുഷാധിപത്യത്തിനെതിരെ അവകാശത്തിന്റെ പ്രഖ്യാപനമാണ്. కట్నమిచ్చింది కల్చర్లలో కుదురుకుంది కూడేరులో మరి ఖాయమైపోయింది కదిరేనండి. ఆలూరు అమ్మాయి కోడూరు కోరోనికి పెత్తనము చేసేది పెనుగొండ బావా.